ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തനി നാടനായിട്ടുള്ളൊരു ചിക്കൻ കറി ആട്ടോ. കുരുമുളക് ഇട്ട് വരട്ടിയ ചിക്കൻ കറി അല്ലെങ്കിൽ പെപ്പർ ചിക്കൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 1/2 കിലോ ചിക്കൻ, ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, വലിയ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3 ഗ്രാമ്പു, ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 15 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, ഉപ്പ്. ആദ്യമേ നമുക്ക് ഈ പെരിഞ്ജീരകം, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാട്ടോ പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇടികലയിലിട്ടിട്ടാണ് പൊടിക്കുന്നത്. മിക്സിയിലിട്ടാക്കണ്ട, മിക്സിയിലിട്ടാക്കുമ്പോൾ ഭയങ്കര പൗഡർ പോലെയാവും. അപ്പോൾ ഇത് അത്രയും പൊടിഞ്ഞ് വരണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് പൊടിഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലിട്ട് മാറ്റണേന്. ഇതുപോലെ ആട്ടോ. പെരിഞ്ജീരകം അതുപോലെ തന്നെ പൊടിക്കുക. അപ്പോൾ പെരിഞ്ജീരകം ഒന്ന് ചൂടാക്കിയ ശേഷം പൊടിക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ. അതും അത് കണക്ക് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റാം. ഇനി ഞാൻ ചതയ്ക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ആട്ടോ. അത് രണ്ടും കൂടെ ഒരുമിച്ച് ചതയ്ക്കാം. പേസ്റ്റ് ആക്കി ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുന്ന കേട്ടോ. ഇത് കണക്ക് കേട്ടോ. അപ്പം ഞാൻ കൂടുതലും കറികൾക്കൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുക്കുക ചെയ്യല്. പേസ്റ്റ് അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ഇതിനായിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മളിതൊരു നാടൻ കറിയാണ്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടത്തില്ല അതിന്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രാമ്പൂ, കറുവപ്പട്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല കേട്ടോ, ചതച്ചത് കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച മണമൊന്ന് പോകണം കേട്ടോ. അത് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് സവാള ചേർക്കാം. സവാള ഒന്ന് മൂപ്പിച്ചെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇപ്പോൾ ഇച്ചിരി സമയം ആയിട്ടുണ്ട്, എന്തായാലും നോക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി ഇതിൻ്റെ അകത്ത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇതിനകത്ത് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് നമുക്ക് മുന്നേ നിൽക്കേണ്ടത്. അതുപോലെ എരിവും കുരുമുളകിൻ്റെ ആയിരിക്കണം. കുരുമുളക് പൊടി, അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തിട്ടാട്ടോ ഇട്ടിരിക്കുന്ന കുരുമുളക്. ഈ ക്രഷ് ചെയ്തിടുമ്പോഴത്തേക്കാണ് കേട്ടോ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. പൊടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടത്തില്ല. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചു വെച്ചതുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇടാം. ബാക്കി നമുക്ക് ലാസ്റ്റ് ഇടാം കേട്ടോ. കുറച്ച് കറിവേപ്പില. നമ്മൾ ഈ ചേർത്തേക്കുന്ന പൊടി എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് ചേർക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കറി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറില്ല. അതുപോലെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സവാളയല്ല ചേർത്തേക്കുന്നത്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അല്ലെങ്കിൽ അത് സവാളയും ചെറിയുള്ളിയും കൂടി ഈക്വലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ചെറുനാരങ്ങ കേട്ടോ. അപ്പോൾ ഇത് വളരെ ചെറിയ ചെറുനാരങ്ങയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പിഴിഞ്ഞൊഴിക്കേണ്ടത്തേക്ക് വയ്ക്കുമ്പോൾ കുരു വീഴരുത് കേട്ടോ. കുരു വീണ് കഴിഞ്ഞാൽ ഇത് കയ്പ്പുണ്ടാവും കേട്ടോ അതിൻ്റെ അകത്ത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി. ഇതിപ്പോൾ ചൂടായതിന് ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക. ഇത് അടച്ചു വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കുക. അപ്പോൾ അത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും കേട്ടോ ചിക്കനിൽ നിന്ന്. ആ വെള്ളം കൊണ്ട് വേണം ഇതൊന്ന് വെന്ത് വരാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കുവേ. ഇതിപ്പോൾ ഇച്ചിരി സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒട്ടും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തൊന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് നല്ലതായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നന്നായിട്ട് ഇറങ്ങി.
ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് ഒരു 3/4 വേവോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ കേട്ടോ, അത് ചേർക്കാം. ഗരം മസാല പൗഡർ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി. ഇതിപ്പം ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു പെരണ്ട പരുവത്തിലാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ പെരണ്ട പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. ഇതിൻ്റെ അകത്തെ ഗ്രേവി ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകത്തിൻ്റെ ആ ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഒന്നിങ്ങനെ പിച്ചിട്ടിടാം, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ കറിവേപ്പിലും ഇപ്പോൾ ലാസ്റ്റ് ആ പെരിഞ്ചീരം കൂടെ ഒക്കെ ചേർത്തപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിപ്പോൾ നല്ലൊരു പെരണ്ട പരുവായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പെരണ്ട ഒരു പരുവാണ് ഇതാട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറ്, ചപ്പാത്തി, അതുപോലെ വൈറ്റ് റൈസ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാട്ടോ ഇത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.